തീർച്ചയായിട്ടും പശ്ചിമേഷ്യ മാത്രമല്ല ലോകം മുഴുവൻ അശാന്തിയുടെ ദിനങ്ങളിലേക്ക് പോകുന്ന സൂചനയാണല്ലോ നൽകുന്നത്. കാരണം ഒരു തരത്തിലും ഒരു പരിഹാര മാർഗത്തിന് വേണ്ടിയിട്ട് ഉള്ള വഴി തെളിയുന്നില്ല. പരിഹാര മാർഗത്തിന് ശ്രമിക്കുന്ന പാകിസ്ഥാന്റെയോ ഖത്തറിന്റെയോ ആളുകൾ ഇറാൻ സന്ദർശിക്കുന്നു, വെറും കൈയോടെ മടങ്ങി വരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഓരോ ദിവസം കഴിയുന്തോറും ഓരോ തരത്തിലുള്ള ഭീഷണികൾ മുഴക്കുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹം ഹോർമുസ് കടലിടുക്ക് കാണിച്ചിട്ട് പറയും ഇത് ഞങ്ങളുടെ ടെറിട്ടറിയാണ് എന്ന് പറയും. മറ്റൊരു ദിവസം പറയും ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായിട്ട് ഞാൻ സാമ്പത്തിക ഉപരോധം, എന്റെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ പോരിടാൻ ഞാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇറാൻ പറയുന്നു ഞങ്ങൾക്കെതിരായിട്ട് സാമ്പത്തിക ഉപരോധം വീണ്ടും കടുപ്പിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി എണ്ണ പോലും ഈ പശ്ചിമേഷ്യയിൽ നിന്നും അത് ഹോർമുസ് കടലിടുക്കിലൂടെയോ അല്ലെങ്കിൽ റെഡ് സീയിലൂടെയോ ഒരു കാരണവശാലും ലോകത്തിന് പോകത്തില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒന്നും ആർക്കും ഇടപെടാൻ കഴിയാത്ത തരത്തിൽ രണ്ട് ഭാഗത്തും അതിശക്തമായ എതിരഭിപ്രായങ്ങൾ നിന്നുകൊണ്ടുള്ള സംഘർഷങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് പശ്ചിമേഷ്യ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇറാനിൽ മാത്രമല്ല, അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തന്നെയും ഈ ആക്രമണങ്ങളുടെ ഫലമായിട്ട് അവരുടെ എണ്ണ പ്ലാന്റുകളും അവരുടെ ഡീസാലിനേഷൻ പ്ലാന്റുകളും എല്ലാം നശിച്ചതിന്റെ ഫലമായിട്ട് വർഷങ്ങൾ എടുത്താൽ മാത്രമേ അവ പരിഹരിക്കാൻ കഴിയൂ. ഇസ്രായേലിന് വളരെ വലിയ സാമ്പത്തിക നാശമാണ് ഉണ്ടായിട്ടുള്ളത്. അത് വാർത്താ മാധ്യമങ്ങളുടെ പുറത്തുള്ള ഉപരോധം കൊണ്ട് ലോകം അറിയുന്നില്ല എന്നേ ഉള്ളൂ. അമേരിക്കയുടെ തന്നെ മിസൈൽ ശേഷി വളരെ ഗണ്യമായി, അതായത് ഇനി ഒരു ആളിനെ ആക്രമിക്കാൻ കഴിയാത്ത തരത്തിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആക്രമണം നിർത്തിവെച്ചുകൊണ്ട് ഇനി ഞാൻ സാമ്പത്തിക ഉപരോധം നടത്താൻ പോവുകയാണെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യുദ്ധം നടത്തി നമ്മൾ പറയും യുദ്ധം കുറച്ചുനാൾ നിന്നു കഴിഞ്ഞാൽ അതിനെ വാർ ഫെറ്റീഗ് എന്ന് പറയും. ഈ യുദ്ധം നടത്തി ക്ഷീണിക്കുക എന്ന് പറയുന്നത്. അപ്പൊ യുദ്ധം നടത്തി ക്ഷീണിച്ചു എല്ലാവരും, ഇസ്രായേൽ ക്ഷീണിച്ചു, ഇറാൻ ക്ഷീണിച്ചു, അമേരിക്ക ക്ഷീണിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് അപ്പോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗത്തെ കുറിച്ചാണ് ലോകം അംഗീകരിക്കുന്നത്. പക്ഷെ ഈ ട്രംപിനെ പോലുള്ളൊരു ഭരണാധികാരി, അതായത് ഈ അമേരിക്കയെ കുറിച്ചോ അമേരിക്കയുടെ ജനതയെക്കുറിച്ചോ ലോക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ ഒന്നും യാതൊരുവിധ കൺസേണും ഇല്ലാത്ത ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിയാണ് വാസ്തവത്തിൽ യുദ്ധം അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനാ യുദ്ധം തുടങ്ങിയത്. യുദ്ധം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ കുറെ ലക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയത്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? യുദ്ധം നിർത്തിവെച്ചു. ഇനി സാമ്പത്തിക ഉപരോധം, അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക ഉപരോധം നടത്തിയാൽ മതിയായിരുന്നല്ലോ. യുദ്ധത്തിന് ഇറങ്ങി അമേരിക്കയുടെ ആൾനാശം ഉണ്ടായി, ഇറാനിൽ വലിയ ആൾനാശം ഉണ്ടായി, ഇസ്രായേലിൽ ആൾനാശം ഉണ്ടായി. ഇതിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് ചെയ്യണം, സാധാരണഗതിയിൽ ഒരു യുദ്ധം ഒരു രാജ്യം തുടങ്ങുമ്പോൾ ആ രാജ്യം മറ്റു ശത്രു ആരാണ്, ശത്രുവിന്റെ കഴിവുകൾ എന്താണ്, ദൗർബല്യങ്ങൾ എന്താണ്, നമ്മുടെ കഴിവുകളും ദൗർബല്യങ്ങൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഉണ്ടാകുന്നത്. ഇതൊന്നും ഇല്ലാതെ ഒരു രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മൊസാദിന്റെ അന്നത്തെ ഡേവിഡ് ബാർണി എന്ന് പറയുന്ന ചീഫും കൂടെ വന്നിട്ട് ഇദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഇറക്കിയതാണ്. അപ്പൊ ആ യുദ്ധത്തിൽ നിന്ന് ഇപ്പൊ എന്ത് സംഭവിച്ചത്? അമേരിക്കൻ ജനത ഇതിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ലോക ജനത വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. നമ്മുടെ എത്രയോ ആളുകൾ ജോലിയില്ലാതെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്നിരിക്കുന്നു. നമ്മുടെ എത്ര കടകൾ ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. അപ്പൊ ആ തരത്തിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ, ഇറാന്റെ സമ്പദ് വ്യവസ്ഥ, ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ, പശ്ചിമേഷ്യൻ സമ്പദ് വ്യവസ്ഥ, ലോക സമ്പദ് വ്യവസ്ഥ, ഇതിനെല്ലാം അട്ടിമറിക്കുന്ന ഒരു അനാവശ്യ യുദ്ധം, നിയമവിരുദ്ധ യുദ്ധമായി ആണ് ഈ ട്രംപ് തുടങ്ങി വെച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാർ, ഇപ്പൊ ഈ ഒരു യുദ്ധം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനും മറ്റുമൊക്കെ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെങ്കിൽ പോലും അതൊന്നും ഫലപ്രദമാകുന്നില്ല. അപ്പോ വ്യക്തമായ വളരെ ശക്തമായ ഒരു നയതന്ത്ര ഇടപെടൽ ഇതിനിടയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ ഒരു പോരായ്മയും? അല്ല, അതാണ് ഇവിടെ കാരണം. നയതന്ത്ര ഇടപെടൽ ഉണ്ടാവണമെങ്കിൽ ഈ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന കക്ഷികൾ വഴങ്ങാൻ തയ്യാറാവണ്ടേ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല. ട്രംപ് ഓരോ ദിവസവും പുതിയ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിന്റെ പ്രദേശം ഞങ്ങളുടെ രാജ്യമാണ്, എന്റെ സ്വന്തമാണെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമായിട്ടൊരു ഒരു ഭരണാധികാരി വന്നാൽ എവിടെ പരിഹാരം ഉണ്ടാവുക? അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റവരെന്താ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഒരു തുള്ളി എണ്ണ പുറത്തേക്ക് വിടില്ല. അപ്പൊ ഇവിടെ ഒരു സമവായത്തിലേക്ക് വരാൻ ആളുകൾ കഴിയാവുന്ന സാഹചര്യം ഒരുക്കുന്നില്ല. ഒരു ഭാഗത്ത് ഈ സംഘർഷങ്ങൾ ഇങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു, വേറൊരു ഭാഗത്ത് അതിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ രണ്ടും ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ വഴങ്ങുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഹോർമുസ് കടലിടുക്കിലൂടെ വന്ന എണ്ണക്കപ്പലിനെതിരെ ആക്രമണം ഉണ്ടായത്. ഈ എണ്ണക്കപ്പലിനെതിരെ ആക്രമണം ഉണ്ടായത് പല ഭാഗത്തുനിന്നുണ്ടാവാം. ഇറാന്റെ IRGC ആക്രമണം നടത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടാകും. കാരണം ഇത് സംഘർഷങ്ങൾ അവസാനിക്കാൻ പാടില്ലെന്ന് പറയുന്ന സ്ഥലത്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേൽ ഒക്ടോബർ മാസം അവസാനം ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആര് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭൂരിപക്ഷം കിട്ടിയ വീണ്ടും പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യത കുറവാണെന്ന് കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സമാധാനം ഉണ്ടാകാതെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ജൂൺ മാസം 15-ാം തീയതി ഒപ്പിട്ട 17-ാം തീയതി ഒപ്പിട്ട 15-ന് കരാർ ആരാ അട്ടിമറിച്ചത്? ഇസ്രായേലാണ് അട്ടിമറിച്ചത്.
കാരണം ഇത് പിന്നെ അമേരിക്കയുടെ സറണ്ടറാണ്, അമേരിക്ക ഇറാന്റെ മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്, ഇത് പിന്നെ നമ്മുടെ പരാജയമാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പിന്മാറ്റിയത് ഇസ്രായേലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജി ഇതിനകത്തുണ്ട്. ഇസ്രായേൽ എന്തും ചെയ്യും ഈ യുദ്ധത്തെ അട്ടിമറിക്കാനും സമാധാനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവർ മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. IRGCക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, IRGC എന്ന് പറയുന്നത് ഈ എതിരാണ്. അവർ പറയുന്നത് അമേരിക്കയായിട്ട് നിരന്തരം നീണ്ടു നിൽക്കുന്ന യുദ്ധം മതി എന്ന് പറയുന്ന ഒരു വിഭാഗമാണത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ സമാധാനത്തിന്റെ വഴിയല്ല തെളിയുന്നത്, സംഘർഷത്തിന്റെ വഴിയാണ് തെളിയുന്നതെന്ന് ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ട്രംപിനോട് തന്നെ പലരും നിർദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, യുദ്ധലക്ഷ്യങ്ങളിലൊന്നും ഈ ഹോർമുസ് തുറക്കുക എന്നുള്ളതല്ല, മറിച്ച് യുദ്ധലക്ഷ്യങ്ങൾ ഇതുവരെ നേടാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ 6 മാസം 4 ആഴ്ച കൊണ്ടോ 5 ആഴ്ച കൊണ്ടോ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ഈ ഒരു സംഘർഷം 6 മാസം പിന്നിടുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നേട്ടം എന്ന രീതിയിൽ പറയാനായി ഒന്നും തന്നെ ഇല്ല, മറിച്ച് അപ്പുറത്ത് ഒരുപാട് നഷ്ടങ്ങളുടെ കണക്ക് തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ പിന്നെ എസ്കലേഷൻ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു രാജ്യം പിന്നെ ശക്തമായ ഒരു രാജ്യം ദുർബലമായ ഒരു രാജ്യത്തിനെതിരെ ആക്രമണം ആരംഭിക്കുന്നു. അങ്ങനെ ആക്രമണം ആരംഭിക്കുമ്പോൾ ഈ ശക്തമായ രാജ്യം വിചാരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ രാജ്യത്തെ കീഴടക്കി പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ്. അങ്ങനെ യുദ്ധം തുടങ്ങുന്നു. പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 ആഴ്ച കൊണ്ട് ഇറാനെ കീഴടക്കി കളയാം എന്ന് പറയുന്ന യുദ്ധം അവസാനിക്കുന്നില്ല, അത് വീണ്ടും മുന്നോട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ശക്തമായ രാജ്യം പിന്മാറില്ല, കാരണം അപമാന ഭാരത്താൽ പിന്മാറില്ല. അവരെന്ത് ചെയ്യും? കൂടുതൽ ആക്രമണം ഘടിപ്പിക്കും. അങ്ങനെ കൂടുതൽ ആക്രമണം അവർക്കറിയാം പരാജയപ്പെടും എന്നറിയാം. കാരണം നമുക്കറിയാം ഈ വിയറ്റ്നാമിലെ അമേരിക്ക യുദ്ധം തുടങ്ങിയപ്പോൾ 1968 കൂടിയിട്ട് അവർക്ക് മനസ്സിലായി യുദ്ധം അമേരിക്ക വിജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് 1,80,000 സൈനികരാണ് വിയറ്റ്നാമിൽ ഉണ്ടായിരുന്നത്. 1968 അവരുടെ ചർച്ചകളിൽ പിന്നെ യുദ്ധം പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടും അവരെന്താണെന്നറിയോ ചെയ്തത്? ആ 1,80,000 സൈനികരുടെ എണ്ണം 5,30,000 ആക്കി വർദ്ധിപ്പിച്ചു. ഇത് 1971 പെന്റഗൺ പേപ്പേഴ്സ് എന്ന് പറയുന്ന പിന്നെ പുറത്തുവിടപ്പെട്ട ഔദ്യോഗിക രേഖകൾ ഇതുണ്ട്. ഈ പെന്റഗൺ പേപ്പേഴ്സിൽ ഇത് പറയുന്നുണ്ട്, യുദ്ധം പരാജയപ്പെടും എന്ന് കരുതിയിട്ടും വീണ്ടും സൈനികരേറ്റ് ഏതാണ്ട് പിന്നെ 19,000 അമേരിക്കക്കാരെ കുരുതി കൊടുത്തു പിന്നെ അമേരിക്കൻ ഭരണകൂടം. ഇത് അമേരിക്ക നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. യുദ്ധം പരാജയപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞാലും അവർക്ക് പുറത്തു കൊടുക്കാൻ കഴിയത്തില്ല, കാരണം മാനഭയം. അതാണ് ഈ എസ്കലേഷൻ ട്രാപ്പ് എന്ന് പറയുന്നതിലൂടെ, അതായത് യുദ്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അതൊരു ട്രാപ്പായിട്ട് അവർക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം വരും. അത്തരമൊരു ട്രാപ്പിലാണ് അമേരിക്ക പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കുറച്ചുനാൾ യുദ്ധം നീണ്ടു നിൽക്കും. അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഇറാന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും, ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് ട്രംപ് അവിടെ നിന്ന് പിന്നെ പരാജിതനായി അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നൊക്കെ പോയതുപോലെ തിരിച്ചു പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.